ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയമുള്ളവരെ, 25 നോമ്പിലെ 21-ാമത്തെ ഈ ദിവസം തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ ദൈവം ഇടയാക്കിയ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൻ്റെ മാർഗം, സ്നേഹത്തിൻ്റെ ആഘോഷം എന്നുള്ള വിഷയമാണ് ഇന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്നത്. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വേദഭാഗം. അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു കർത്താവ് തൻ്റെ പീഡാസഹനത്തെയും ക്രൂശ് മരണത്തെയും കുറിച്ച് ശിഷ്യന്മാരോട് പറയുന്നു. അപ്പോൾ അവരുടെ ഹൃദയം കലങ്ങുന്നു. ഇൻസെക്യൂരിറ്റി, അൺസർട്ടനിറ്റി, ഫിയർ, കൺഫ്യൂഷൻ, ഇതൊക്കെ അവർക്ക് ഉണ്ടാകുന്നു. അനിശ്ചിതത്വം, ഭയം, ആകുലത നൽകുന്ന അവ്യക്തത. ഈ ഒരു പശ്ചാത്തലത്തിൽ നാം വായിച്ചു കേട്ട വചനത്തിലൂടെ യേശു കർത്താവ് അവർക്ക് പ്രത്യാശയുടെ വാഗ്ദാനം നൽകുകയും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അവർക്ക് ദിശാബോധം നൽകുന്നു. അവർക്കായിട്ട് ഒരുക്കപ്പെട്ട ഭവനത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം കാമ്പ്, കോർ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. കുരിശിലേക്കുള്ള യാത്ര സ്നേഹത്തിൻ്റെ വഴിയിലൂടെയുമാണ്. 3 കാര്യങ്ങളാണ് പങ്കിടുവാൻ താല്പര്യപ്പെടുന്നത്. 1, ക്രിസ്തുവിൻ്റെ സ്നേഹമാർഗം ഭയത്തെ വിശ്വാസമായി രൂപാന്തരപ്പെടുത്തുന്നു. ലവ് ഓഫ് ക്രൈസ്റ്റ് ലീഡ്സ് us ഫ്രം ഫിയർ ടു ഫെയ്ത്ത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, നിങ്ങൾ എന്നിലും വിശ്വസിപ്പിൻ. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ശിഷ്യന്മാർക്കുണ്ടാകുന്ന ഭയം, ആകുലത, അതിനെയെല്ലാം കർത്താവ് മാറ്റുന്നത് തൻ്റെ ആശ്വാസ വാക്കുകളിലൂടെയാണ്, ഉറപ്പ് നൽകുന്നതിലൂടെയാണ്. അവൻ്റെ സ്നേഹ പരിലാളനം അവരിലുള്ള വിശ്വാസത്തെ ഉറപ്പിക്കുന്നു. 2, ക്രിസ്തുവിൻ്റെ സ്നേഹമാർഗം അവ്യക്തതയുടെ ഇരുട്ടിനെ വ്യക്തതയുടെ വെളിച്ചമായി രൂപാന്തരപ്പെടുത്തുന്നു. ലവ് ഓഫ് ക്രൈസ്റ്റ് ലീഡ്സ് us ഫ്രം കൺഫ്യൂഷൻ ടു ക്ലാരിറ്റി. നാളെ എന്തായിത്തീരും? കർത്താവ് തങ്ങളിൽ നിന്നും വേർപെട്ടു പോവുകയാണ്. ഇനി ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഞങ്ങൾ എങ്ങോട്ട് പോകും? തുടങ്ങിയ ചിന്തകളാണ് ശിഷ്യരെ ഭരിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത് ഈ വേർപാട് അനിവാര്യം തന്നെയാണ്. ദിസ് സെപ്പറേഷൻ ഈസ് ഇന്നെവിറ്റബിൾ. പക്ഷേ അത് അവസാനമല്ല, അത് നിത്യമായിട്ടുള്ളതല്ല, കേവലം താൽക്കാലികമാണ്. കാരണം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ വേണ്ടിയാണ്. ഞാൻ മടങ്ങി വരും, നിങ്ങളെ എന്നിലേക്ക് ചേർത്തുകൊള്ളും. യേശു കർത്താവിൻ്റെ സ്നേഹം വീണ്ടും വെളിപ്പെടുകയാണ്. നിങ്ങളെ എന്നിലേക്ക്, എൻ്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളും. സ്നേഹം എല്ലായ്പ്പോഴും മറ്റൊരാൾക്ക് ഇടം നൽകുന്നതാണ്. യേശുവിൻ്റെ സ്നേഹം നമുക്ക് അവൻ്റെ രാജ്യത്തിൽ, അവൻ്റെ ഹൃദയത്തിൽ ഇടം ഒരുക്കിത്തരുന്നു. കൂട്ടായ്മയുടെ ആഘോഷം അനുഭവമായി തീരുന്നു. ഇൻ ക്രൈസ്റ്റ് വേ ദ ലവ് ബിക്കംസ് എ സെലിബ്രേഷൻ ഓഫ് ടുഗദർനെസ്. 3, ക്രിസ്തുവിൻ്റെ സ്നേഹമാർഗം നമ്മുടെ ഏകാന്തതയെ സഖിത്വമായി രൂപാന്തരപ്പെടുത്തുന്നു. ക്രൈസ്റ്റ് ലവ് ലീഡ്സ് us ഫ്രം
ഐസൊലേഷൻ ടു കമ്മ്യൂണിയൻ. നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ക്രിസ്തുവിൻ്റെ മരണം അവരെ ശിഷ്യരെ തനിച്ചാക്കുന്നില്ല. അവനുമായിട്ടുള്ള സംസർഗം, കമ്മ്യൂണിയൻ, അത് തുടർന്നും യേശു കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. അവൻ്റെ സ്നേഹം നമ്മെ എല്ലാവരെയും അന്വേഷിക്കുന്നുണ്ട്. അവൻ്റെ സ്നേഹം നമ്മെ എല്ലാവരെയും പിന്തുടരുന്നുണ്ട്. അവൻ്റെ സ്നേഹം നമ്മെ എല്ലായ്പ്പോഴും ചേർത്ത് നിർത്തുന്നുണ്ട്. ഒന്നിനും തകർക്കാനാവാത്ത തരത്തിൽ ആഴമായിട്ടുള്ള ബന്ധം നമുക്ക് യേശുക്രിസ്തുവുമായിട്ട് ഉണ്ട്. ക്രിസ്തുവുമായിട്ടുള്ള സംസർഗം അവൻ്റെ സ്നേഹത്താൽ നിത്യമായിത്തീരുന്നു. ഇറ്റേണൽ കമ്മ്യൂണിയൻ. ക്രിസ്തുവിൻ്റെ വഴി അത് സെൽഫ് ഗിവിങ് ലവിൻ്റെ വഴിയാണെന്ന് നമുക്കറിയാം. സ്വയം ശൂന്യമാക്കപ്പെടുന്ന, സ്വയം വെറുമയാക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ വഴി. ക്രിസ്തുവിൻ്റെ വഴി നിശ്ചയമായും സ്നേഹത്തിൻ്റെ ആഘോഷം തന്നെയാണ്. ഈ സ്നേഹം നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമ്മെ ഒരുക്കുന്നു, നമ്മെ ഉറപ്പിക്കുന്നു, നമ്മെ ചേർത്ത് നിർത്തുന്നു. അവൻ്റെ വഴിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ സ്നേഹത്തെ ആഘോഷിക്കുന്നതായിത്തീരുന്നു നമ്മുടെ ജീവിതം. ജീസസ് ബിക്കംസ് ദ ലൈറ്റ് ഇൻ അവർ ഡാർക്ക്നെസ്. നമ്മുടെ ഇരുൾ ഭൂമികയിൽ വെളിച്ചമായി ക്രിസ്തു നമ്മോടുകൂടെ എല്ലാ നാളും ഉള്ളതിനാൽ ദൈവം തമ്പുരാന് നമുക്ക് സ്തുതിസ്തോത്രങ്ങൾ കരയേറ്റാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തുമസും പ്രത്യാശയുടെ ഒരു പുതിയ വർഷവും ആശംസിക്കുന്നു.